അമ്മാബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏവർക്കും 80ാമത് സ്വാതന്ത്ര്യദിനം ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജഗദീശ്വരൻ നമ്മുടെ രാജ്യത്തെ അഭിവൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. രാജ്യത്തിൻ്റെ ജീവ ആത്മാവായ ബഹുസ്വരതയും സഹിഷ്ണുതയും എന്നും ശോഭയോടെ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ ജഗദീശ്വരൻ നമ്മുടെ രാജ്യത്തെ ആക്കിത്തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, 1947 മുമ്പുള്ള ഇന്ത്യ, നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ലക്ഷക്കണക്കിന് സ്വതന്ത്ര സമര സേനാനികളായ മഹാന്മാർ, അവരെ നമ്മൾ ഈ ഓരോ ഓഗസ്റ്റ് 15-നും അതിനുശേഷവും എപ്പോഴും അവരെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്യത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ച ആ മഹാന്മാരുടെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ സന്തോഷത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത്. ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരൻ കോളനിയാക്കിയിട്ട് എന്നും സ്വച്ഛന്തം വാഴാമെന്നും ഈ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവ സ്രോതസ്സുകൾ മുഴുവനും കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി ആവോളം ആസ്വദിക്കാമെന്നുമായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ. പക്ഷേ അതിനെ തകർത്തെറിഞ്ഞ അതിസുന്ദരമായ ദിവസമാണ് ഓരോ ഓഗസ്റ്റ് 15-ഉം നമ്മോട് വിളിച്ചു പറയുന്നത്. നമുക്കറിയാം, ഈ മഹത്തായ ഭാരതത്തെ പാരതന്ത്രത്തിൻ്റെ ചങ്ങലകളിൽ തളച്ചിട്ട ബ്രിട്ടീഷ് കാബാലികർക്കെതിരെ ഒരമ്മയുടെ മക്കളെപ്പോലെ, ഒരു ഉമ്മയുടെ മക്കളെപ്പോലെ ഈ രാജ്യത്തെ ഹിന്ദുവും ഈ രാജ്യത്തെ മുസ്ലിമും മതമില്ലാത്തവരും മതമുള്ളവരും തോളോട് തോളൊരുമി നിന്നുകൊണ്ട് മാതൃരാജ്യത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ചപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ നിറത്തോക്കിൽ നിന്ന് നിർഗളിച്ച, കലിപൂണ്ട ബ്രിട്ടീഷുകാരൻ്റെ നിറത്തോക്കിൽ നിർഗളിച്ച വെടിയുണ്ടകൾ സ്വന്തം വിരിമാറുകാട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി സർവ്വതും സമർപ്പിച്ചപ്പോൾ ആ മഹാരഥന്മാരുടെ രക്തത്തുള്ളികൾ കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ തെരുവോരങ്ങൾ ചെഞ്ചായമണിക്കപ്പെട്ടപ്പോൾ ആ രക്തത്തുള്ളികളുടെ മാസ്മരത ശക്തിയിൽ കരുത്തിൻ്റെയും ഓഗസ്റ്റ് 15-ന് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ തുടങ്ങിയിട്ട് കരുത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വീര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ധർമ്മചക്രാങ്കിത കുങ്കുമ ത്രിവർണ ദേശീയ പതാക അത് ഡൽഹി റെഡ് ഫോർട്ടിൽ അതിങ്ങനെ പാറിക്കളിക്കുമ്പോൾ ആ പതാക നോക്കിയിട്ട് മഹാനായ ഗാന്ധിജി അവിടുന്ന് പറഞ്ഞത്, ഈ മഹത്തായ എൻ്റെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ തുടങ്ങിയിട്ട് ഈ പതാക ഇവിടെ പാറിക്കളിക്കുമ്പോൾ എൻ്റെ മനോമുഖരത്തിൽ ഉദിച്ചു വരുന്ന ഇന്ത്യ അഴിമതിയില്ലാത്ത, ഭീകരതയില്ലാത്ത, തീവ്രവാദമില്ലാത്ത, ചുവപ്പ് നാടയില്ലാത്ത, വർഗീയതയില്ലാത്ത ഒരു ഇന്ത്യയാണ് എൻ്റെ രാജ്യത്ത്, എൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നത് എന്ന് ആ മഹാനുഭാവൻ ആഗ്രഹിച്ചു എങ്കിൽ 80 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ രാജ്യത്തിന് അത്തരത്തിലൊരവസ്ഥയിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോകുമ്പോൾ എന്തൊക്കെ ഇവിടെ ചങ്ങലകൾ ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ രാജ്യത്തോട് കൂറുള്ളവരാണ് എങ്കിൽ, സ്നേഹമുള്ളവരാണ് എങ്കിൽ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. ആ ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. അതുപോലെ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം, അതുപോലെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, അതുപോലെ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെയുള്ള പോരാട്ടം, അങ്ങനെ തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്കെതിരെയും അതുപോലെ ചാതുർവർണ്ണ്യത്തിനെതിരെയുള്ള പോരാട്ടം, ഇതൊക്കെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതാണ് ദേശസ്നേഹം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാകണം. നമ്മുടെ രാജ്യം വികസിക്കണം.
ലോകത്തിൻ്റെ നെറുകയിൽ ഇനിയും ഇന്ത്യ രാജ്യം തലയുയർത്തി നിൽക്കണം. അതിന് നമ്മൾ എല്ലാ രംഗത്തും സ്വയം പര്യാപ്തത നേടണം. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാകണം. വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുട്ടിയെയും വിദ്യാഭ്യാസം ചെയ്യിക്കാതെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കണം, നമ്മുടെ സഹോദരിമാരെ ബഹുമാനിക്കണം. അതാണ് ഏറ്റവും വലിയ ദേശസ്നേഹം. ഇന്ത്യയോട് കാട്ടുന്ന കൂറിൽ ഏറ്റവും വലുത് അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം ഇനിയും ലോകത്തിൻ്റെ നെറുകയിൽ അത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിലനിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഏവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.